അപ്പോൾ നമ്മളിവിടെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ബോട്ടിങ്ങിന് പോവാണ്. ബോട്ടിങ്ങിന് ഓൾറെഡി നേരത്തെ ടിക്കറ്റ് എടുത്തു. 2 പേർക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് ബോട്ടിങ്ങിലോട്ട് പോവാം. തൃപ്പരപ്പ് വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് നമ്മൾ മുകളിലോട്ട് ഒരു 20 മീറ്റർ നടന്ന് മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ റോഡ് കാണാം. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ആ മെയിൻ റോഡ് കണ്ട ആ ബോർഡ് വെച്ചേക്കുന്നത് അവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ അകത്തോട്ട് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു പാലം കാണാൻ കഴിയുന്നത്. ഈ പാലം ക്രോസ് ചെയ്ത് വേണം നമുക്ക് ബോട്ടിങ്ങിനോടുള്ള അങ്ങോട്ട് സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കണ്ടില്ലായിരുന്നു ഏറ്റവും മുകളിൽ. അവിടെ നിന്നുള്ള ആ ഒരു നിരപ്പിൻ്റെ ആ മുകളിലത്തെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു കൽമണ്ഡപം കാണാൻ പറ്റും. അവിടെ ഒരു കൽമണ്ഡപം കാണാൻ പറ്റും. ഇവിടെയാണെങ്കിൽ ഈ ഒരു സൈഡിൽ നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡാം പോലെ ചെക്ക് ഡാം പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഇവിടുന്ന് ഈ വെള്ളം ഇറങ്ങി നേരെ താഴെ നേരെ അങ്ങോട്ട് പോയി അവിടുന്ന് ആ ഒരു കുത്തനെയുള്ള ഇറക്കത്തിലോട്ട് വെള്ളം പതിക്കുന്നതാണ്. അതാണ് തൃപ്പരപ്പ് വാട്ടർഫോൾസായിട്ട് പിന്നെ രൂപപ്പെടുന്നത്. ഇവിടെ ക്യാമറ ഉപയോഗിക്കുന്നതിന് കാശ് കൊടുക്കണം. വീഡിയോ ക്യാമറയ്ക്ക് 50 രൂപയും സ്റ്റിൽ ക്യാമറയ്ക്ക് 10 രൂപയാണ് എഴുതി വെച്ചേക്കുന്നത്. ബോട്ടിങ് ഈ ഒരു സൈഡിലോട്ടാണ് ബോട്ടിങ്ങിനുള്ള സ്ഥലത്തോട്ട് പോകാനുള്ളത്. ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു പാർക്ക് കാണാം. കുട്ടികളുടെ ഒരു കുഞ്ഞു പാർക്ക് കാണാം. ഇവിടെ ഒരു വലിയൊരു ജിറാഫിനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോട്ടിങ് കിടപ്പുണ്ട്. ബോട്ടിങ്ങിന് നമ്മളിന്ന് 100 രൂപയാണ് വാങ്ങിയത്. ഇതിപ്പോൾ പെഡൽ ബോട്ടാണോ പിന്നെ ഈ ബോട്ടാണോ എന്ന് അറിയത്തില്ല. നമുക്ക് നോക്കി നോക്കാം. പെഡൽ ചവിട്ടി പോവാണ്. അപ്പോൾ നമുക്ക് ബോട്ടിൽ പോകാൻ വേറൊരു തണ്ടിയുടെ ആവശ്യമില്ല. വണ്ടി തള്ളാൻ വേറൊരു തണ്ടിയുടെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. പിന്നെ അതിനകത്ത് വലിയ ബോട്ടുണ്ട്. വലിയ ബോട്ട് അവൈലബിൾ ആണ്. പിന്നെ ഈ പെഡൽ ബോട്ടും അവൈലബിൾ ആണ്. വലിയ ബോട്ടിന് അവർ ഒരു റൗണ്ട് കറക്കി കൊണ്ടുവരും. അതിൽ നമുക്കൊരു പ്രൈവസി കാണത്തില്ല. അവർ 4, 5, 6 പേര് ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇത് പെഡൽ ബോട്ടാകുമ്പോൾ നമുക്ക് ഈ 2 പേർക്ക് ഇരുന്ന് ഇതേപോലെ ചവിട്ടി അങ്ങ് പോവാം. അതിൻ്റെ സ്റ്റിയറിംഗ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ പിടിയൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിയറിംഗ് പിടിയൊന്നും കാണാനില്ല. പിന്നെ അവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. കയറിൻ്റെ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ആ ഒരു സൈഡിലും കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇവിടെ മരണ ചവിട്ടാണ്. ചവിട്ടി നമ്മളൊരു വഴിക്കാവും. അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു രസമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ വാഗമണ് പോയിട്ടുണ്ട്. വാഗമണ് പോയപ്പോൾ അന്ന് തോമസാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ തോമസും ഞാനും കൂടെ കയാക്കിങ് ചെയ്തായിരുന്നു. അതും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിനി വാഗമൺ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പോകുന്നില്ലേ? പോകണ്ടേ? അപ്പോൾ വാഗമണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും ഒക്കെ പ്ലാൻ ചെയ്ത് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടുന്ന പോലെ നമ്മളെന്തായാലും പോവും. എങ്ങനെയുണ്ട്? കയറ് കെട്ടിയിരിക്കുന്നതിൻ്റെ ഈ ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകരുതെന്നാണ്. സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ തിരിക്കുന്നു. കൊള്ളാമല്ലേ? ഒരാൾക്ക് 50 രൂപ ചവിട്ടുന്നതിന്, ഒരാൾക്ക് 50 രൂപ. മറ്റാണെങ്കിൽ മറ്റോ നമ്മളെ കൊണ്ടുപോയിക്കോളും, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. പക്ഷേ അതിലാണെങ്കിൽ നമുക്കൊരു പ്രൈവസി കാണത്തില്ല. 6 പേര് 7 പേരൊക്കെ ഒരുമിച്ചാണ് ആ ഒരു ബോട്ടിൽ കൊണ്ടുപോകുന്നത്. ഒന്നിൽ 14 പേര് പോകുന്ന ഒരു ബോട്ടും ഉണ്ട്. പിന്നെ 6 പേര് 7 പേര് അടുപ്പിച്ചൊക്കെ പോകുന്ന ഒരു ബോട്ടും ഉണ്ട്. എന്തായാലും അത് വെച്ച് നോക്കുമ്പോൾ ഇതായിരുന്നു കുറച്ച് ബെറ്റർ അല്ലേ? ഇതല്ലടാ ബെറ്റർ. ചവിട്ടണമെന്നേ ഉള്ളൂ. ആകിലൊക്കെ മാഞ്ഞ് ചവിട്ടുന്നുണ്ട്.
പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, പിന്നെയുള്ള ബോട്ടെന്ന് പറയുന്നത് ആ ബോട്ടാണ്, വരുന്ന ബോട്ടാണ്. അപ്പോൾ അതിൽ കുറേ പേര് ഇരിപ്പുണ്ട്. ഒരാളുടെ ഇരുന്ന് തൊടയും, ബാക്കിയുള്ള എല്ലാവരും വെറുതെ ഇരിക്കും. ഇതാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. അല്ലാകില്ലേ നമ്മൾ ജോലിയുണ്ട്. അവിടെ ആ മരത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോകാൻ പോവാണ്. വളക്കി അവിടെ കുറച്ചേരം നിൽക്കാം. ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം തണലുണ്ട്, മരത്തിൻ്റെ കീഴിലാണ്. തിരിച്ചാൽ ബാക്കിലോട്ട് തലന്നിരിക്കുന്നു. ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അങ്കൂരം ഇട്ട്. അയ്യോ ഓ, ഇനി കുറച്ച് വെള്ളം ആവാല്ലേ? ക്ഷീണിച്ച തളന്ന നിറയെ വേണ്ടി വരും അല്ലേ? മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ, ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു? അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ നമ്മള് ബോട്ട് പാർക്ക് ചെയ്തതുപോലെ തൊട്ടടുത്ത് മറ്റേ നേരത്തെ പോയ വള്ളം ടീമുകളും പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്തതാണ്. നമ്മൾ കുറച്ച് ചവിട്ടി ക്ഷീണം വന്ന് നിർത്തിയതാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് സേഫായിട്ട് ഒന്ന് കുളിക്കാനൊക്കെ പറ്റും. ഇതൊരു ചെക്ക് ഡാം പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ വെള്ളം. അപ്പോൾ അവിടെ ഒന്നും അധികം ആഴമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുളിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഫാമിലിയായിട്ട് വന്ന് കുളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. തൃപ്പരപ്പ് വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഒരു സ്ഥലം കൂടെ പ്ലാനിലുണ്ട്. ഇവിടെ വന്ന് ബോട്ടിംഗ് എല്ലാം ചെയ്തു. ബോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ലേമോർ ബീച്ചിലോട്ടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ എന്തോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 മണി അടുപ്പിച്ചായി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നേരെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. കണ്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കാറിനടുത്തൊരു ആനയെ കണ്ട്. ഇത് കുഞ്ഞാനയാണ്, വലിയ സൈസൊന്നുമില്ല.